മധ്യ കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ഇന്നലെ രാത്രി പെയ്ത മഴയിലും കാറ്റിലും എറണാകുളത്ത് കനത്ത നാശനഷ്ടമുണ്ടായി. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. വിവിധയിടങ്ങളിലായി 360 ക്യാമ്പുകൾ തുറന്നു. മലങ്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഡാമിലെ 3 ഷട്ടറുകൾ 1.5 മീറ്റർ വീതം ഉയർത്തി. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നു. ഇതോടെ ആകെ ഡാമിന്റെ 9 ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ, തൊടുപുഴ, പെരിയാർ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. പെരിയാർ നദിയിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ആലുവ ശിവക്ഷേത്രത്തിലും വെള്ളം കയറി. മുട്ടോളം വെള്ളത്തിലെത്തിയാണ് ഭക്തർ ദർശനം നടത്തുന്നത്. ജില്ലയിൽ കടലാക്രമണവും വേലിയേറ്റവും ശക്തമായ സാഹചര്യത്തിൽ തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്ന് പുലർച്ചെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽ വലിയ നാശനഷ്ടം സംഭവിച്ചു. പലയിടങ്ങളിലും മരം കടപുഴകി വൈദ്യുതി ലൈനും വീടിന് മുകളിലേക്കും വീണു. പിടവൂർ മംഗലത്ത് ഷമീറിന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് മേൽക്കൂര തകർന്നു. ഷമീറും കുടുംബവും ഈ സമയം ആശുപത്രിയിൽ പോയതിനാൽ വൻ ദുരന്തമൊഴിവായി. ചേലാട്, പഴങ്ങര, നെല്ലിമറ്റം, അയ്യപ്പൻമുടി എന്നിവിടങ്ങളിലും പെരുമ്പാവൂരിലെ വിവിധയിടങ്ങളിലും വലിയ നാശം സംഭവിച്ചു. ചമ്പൻകുഴിയിൽ ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം വീണ് യാത്രക്കാരന് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിൽ പറവൂർ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ താമസിക്കുന്ന 72-കാരൻ ബാലന്റെ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ബാലനും ജന്മനാ ഓട്ടിസം ബാധിച്ച 2 പെൺമക്കളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. പൊതുപ്രവർത്തകരും നാട്ടുകാരും സ്ഥലത്തെത്തി ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. തൃശൂർ അതിരപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ 2 ദിവസമായി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുകയാണ്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, തൃശൂർ.